ഹായ് ഗൈസ്, കൃഷിയിടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പൊ നമ്മള് BSc അഗ്രികൾച്ചർ എന്നുള്ള സബ്ജക്റ്റിനെ പറ്റി ഒരു നല്ലൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് അടുത്ത വീഡിയോയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അന്വേഷണം എന്താണെന്ന് എനിക്ക് അറിയാം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കണം എന്താന്ന് വെച്ചാൽ BSc അഗ്രികൾച്ചർ എങ്ങനെ നമുക്ക് കോഴ്സ് എടുക്കാം, അതായത് എങ്ങനെ നമുക്ക് ക്വാളിഫൈ ആവാം. അത് ക്വാളിഫൈ ആവാൻ വേണ്ടി മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതായത് നമ്മൾ 12th പാസ്സാവണം. 12th പാസ്സാവണം എന്ന് പറയുമ്പോൾ +1 +2 ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള മാർക്ക് തന്നെ വേണം. അത് സയൻസ് സബ്ജക്ട് തന്നെ വേണം. ഓക്കെ, സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അങ്ങനത്തെ സബ്ജക്റ്റ് എല്ലാം ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തെന്ന് പറഞ്ഞാൽ എൻട്രൻസ് എക്സാം. ഇതാണ് ഏറ്റവും വലിയ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, എൻട്രൻസ് എക്സാം. എൻട്രൻസ് എക്സാം പലരും പല രീതിയിലാണ് നടത്തുന്നത്. അതായത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഉണ്ട്, നമുക്ക് ഗവൺമെന്റ് എക്സാം ഉണ്ട്. ഗവൺമെന്റ് എക്സാം വന്നിട്ട് ഐക്കർ എന്ന് പറയും. സേജ് എൻട്രൻസ് എക്സാം അത് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സാം ആണ്. AIEEA, KEAM, APEAM, CET, QET, SEET, CGPAT, MST, CET, AgriSet, LPU NEST, KSET. ഇത്രയും എൻട്രൻസ് എക്സാം ആണ് മെയിൻ ആയിട്ട് നമ്മൾ അഗ്രികൾച്ചറിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഡേറ്റ എല്ലാം നിങ്ങൾ തന്നെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എന്താണെന്നുള്ള യൂണിവേഴ്സിറ്റിയെ പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ മാക്സിമം എല്ലാത്തിലും അപ്ലൈ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. അതായത് നമുക്ക് എവിടെ കിട്ടിയാലും നല്ലത് തന്നെയാണ്. ഗവൺമെന്റ് ആണെങ്കിൽ അത്രയും നല്ലത് തന്നെയാണ്. പിന്നെ യൂണിവേഴ്സിറ്റിയെ പറ്റി പറയുവാണെങ്കിൽ ഒത്തിരി യൂണിവേഴ്സിറ്റി നമ്മളെ ഇന്ത്യയിലുണ്ട്. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി. ഇന്ത്യയിലും ഉണ്ട്, ഇന്ത്യയുടെ പുറത്തും ഉണ്ട്. ഇന്ത്യയുടെ പുറത്തുള്ള കാര്യം നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ ഇന്ത്യക്കകത്തുള്ള കാര്യം നമുക്ക് പറയാം. എന്തായാലും നമ്മൾ അധികം ഇപ്പൊ +2 കഴിഞ്ഞവരായിരിക്കുമല്ലോ. എല്ലാവർക്കും ആർക്കും വീട്ടിൽ നിന്ന് പുറത്ത് മാറിയിരിക്കാൻ താല്പര്യമില്ലാതായിരിക്കും, അതെനിക്കറിയാം. എന്നാലും നമ്മൾ തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റി തന്നെ നോക്കാം. ഇപ്പൊ നമ്മൾ ആക്ച്വലി നമ്മളിപ്പോ വീഡിയോ ചെയ്യണ മലയാളത്തിലാണ്. അപ്പൊ കേരളത്തിലുള്ള മെയിൻ ആയിട്ടുള്ളത് കേരള യൂണിവേഴ്സിറ്റിയാണ് പറഞ്ഞത്. പക്ഷേ കേരള യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഏറ്റവും താഴെയാണ്. നമ്മൾ അഗ്രികൾച്ചർ സെക്ടർ വെച്ച് നോക്കുമ്പോൾ യൂണിവേഴ്സിറ്റി വരുമ്പം കേരള യൂണിവേഴ്സിറ്റി ഏറ്റവും നല്ല താഴെയുള്ള റാങ്കിലാണ് കിടക്കുന്നത്. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചാണെങ്കിൽ നിങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ്. അതായത് അഗ്രികൾച്ചർ എന്നുള്ള സബ്ജക്റ്റിനെ പറ്റി നല്ല രീതിയിലുള്ള തറവായിട്ടുള്ള ഫുൾ ഐഡിയ കിട്ടണം എന്നുണ്ടെങ്കിൽ TNAU എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. തമിഴ്നാടുകാരായ വേറെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിക്കുന്നവർക്കൊക്കെ ഇന്റേൺഷിപ്പുകൾ ചിലപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ കിട്ടും. അതായത് ഇപ്പൊ ഞാൻ PG ചെയ്യുന്നിടത്ത് പഞ്ചാബിൽ കുറെ സ്റ്റുഡൻസ് ഉണ്ട്, അവിടെ UG പഠിക്കുന്ന പിള്ളേരുണ്ട്. അവർക്ക് ഇന്റേൺഷിപ്പ് വന്നിട്ട് കേരളത്തിൽ തന്നെയാണ് കിട്ടിയത്. അപ്പം അങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് വ്യത്യാസം വരും. യൂണിവേഴ്സിറ്റി മാറുന്നതനുസരിച്ച് ഇന്റേൺഷിപ്പ് മാറും. എല്ലാം പ്രൊസീജിയർ മൊത്തത്തിൽ അങ്ങ് മാറുന്നതാണ് കേട്ടോ. അപ്പൊ അത് ആലോചിച്ച് വെച്ചേക്കും. BSc അഗ്രികൾച്ചർ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാധാരണ കോളേജ് സ്കൂൾ ലൈഫ് എങ്ങനെയാണോ അതിനേക്കാൾ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. എൻജോയ്മെന്റ് കൂടുതലുള്ള സംഭവം തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റി. മാക്സിമം ഫ്രീഡം, എൻജോയ്മെന്റ് നല്ല രീതിയിലുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ. അത് നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പക്ഷെ ഇവിടെ അത് കുറവാണ്. പിന്നെ നമ്മളെ പുറത്ത് വേറൊരു സ്ഥലത്താണല്ലോ പോയി പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. അതിപ്പം എവിടെ പോയാലും, തമിഴ്നാടായാലും പഞ്ചാബ് ആയാലും കേരളം വിട്ട് എവിടെ പോയാലും, ഹൈദരാബാദ് ആയാലും വേറെ എവിടെ പോയാലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ലാംഗ്വേജ് ഒരു പ്രശ്നമായിട്ട് ചെറുതായിട്ട് കാണും. അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും നല്ലൊരു കോളേജ് തന്നെ സെലക്ട് ചെയ്ത് സെൽഫ് ഫിനാൻസിങ് വഴി കയറണം. കുറെ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഒത്തിരി യൂണിവേഴ്സിറ്റി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒത്തിരി ഉണ്ട്. പല സ്റ്റേറ്റില് പല രീതിയിൽ പല എണ്ണത്തില് കിടക്കുവാണ്. അപ്പൊ അത് നിങ്ങൾ നോക്കി വേണം പോവാൻ. കോളേജിനെ പറ്റി നല്ലൊരു ഐഡിയ നിങ്ങൾ തന്നെ ഒരു മാപ്പ് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. ഇൻ കേസ് എവിടെയെങ്കിലും പോവാണ്. പല ഏജന്റുകളും വരും, പല ആൾക്കാരും വരും. പൈസ വാങ്ങാനാണ് അവർ നോക്കുന്നത്. അവർക്ക് വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം നിങ്ങൾക്ക് മേടിച്ചു തന്നാൽ മതി. പക്ഷെ BSc അഗ്രികൾച്ചർ എന്നുള്ള നല്ലൊരു വിലയുള്ള കോഴ്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെ ചേരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാൻ ഇപ്പൊ PG ചെയ്യുവാണ്, അത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളത് പറയുന്നത്. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആണ്. TNAU അതിനേക്കാൾ ബെസ്റ്റ് ആണ്. ഞാൻ പറയട്ടെ, അത് PG UG എല്ലാം അവിടെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. വെറുതെ ഒരു BSc അഗ്രികൾച്ചർ ഡിഗ്രി മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നോക്കാം. അത് നല്ല യൂണിവേഴ്സിറ്റി നോക്കി മാക്സിമം നോക്കുക. പിന്നെ അപ്ലിക്കേഷൻ നോക്കുക, അക്രഡിറ്റേഷൻ നോക്കുക, പിന്നെ ഇക്വിവാലൻസി സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി.
BSc അഗ്രികൾച്ചർ പഠിക്കാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും എന്റെ ഓൾ ദ ബെസ്റ്റ്. അപ്പോ നന്നായി പഠിക്കുക, ഉയർച്ചകളിലേക്ക് എത്തുക. ബൈ.